തിരുവനന്തപുരം കനകക്കുന്നിലെ എസ്കലേറ 2024 സന്ദർശകരുടെ എല്ലാം ശ്രദ്ധയെ ആകർഷിച്ച ഒരു കൊച്ചു മിടുക്കിയെക്കുറിച്ചാണ് പറയുന്നത്. 5ാം ക്ലാസ്സുകാരിയായ സേനബ് ദാവൂദ്. പശ്മിന തുണിത്തരങ്ങളുമായി സേനബും കുടുംബവും കാശ്മീരിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തിയത്. इसका जो वर्क है वो कश्मीरी वर्क है. ശീതകാല അവധിക്കാലത്ത് അമ്മ ജമീല ബീഗത്തിനും അച്ഛൻ ഷെയ്ഖ് ദാവൂദിനുമൊപ്പം കേരളത്തിലേക്ക് എത്തിയതാണ് സേനബ്. പ്രസിദ്ധമായ പശ്മിന തുണിത്തരങ്ങളുമായിട്ടാണ് സേനബിന്റെ കുടുംബം എസ്കലേറയിലെത്തിയത്. केरला में हम लोगों ने एक स्टॉल लगाया है जहाँ पर हम लोगों ने कश्मीरी प्रोडक्ट्स रखे हैं. कश्मीरी फेरन्स, कश्मीरी कोट्स, कश्मीरी के बहुत सारे वैरायटीज रखे हैं. പശ്മിന അടക്കമുള്ള കശ്മീരിന്റെ തുണിത്തരങ്ങളും പരമ്പരാഗത ഉൽപ്പന്നങ്ങളും സ്റ്റാളിലുണ്ട്. കശ്മീരിന്റെ അമൂല്യമായ കൈത്തറി പാരമ്പര്യങ്ങളിൽ ഒന്നായ പശ്മിന ലോകപ്രസിദ്ധമാണ്. ഹിമാലയൻ പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ചാങ്താങ്ങി ആടുകളുടെ രോമം ഉപയോഗിച്ചാണ് പശ്മിന നിർമ്മിക്കുന്നത്. വളരെ ശ്രമകരവും സൂക്ഷ്മവുമായ നെയ്ത്ത് പ്രക്രിയയിലൂടെ 4 മുതൽ 5 മാസം വരെ സമയമെടുത്താണ് പശ്മിന ഷോളുകൾ നെയ്തെടുക്കുന്നത്. Pashmina is a more expensive shawl in our Kashmiri shawls. Kerala's people are very simple personality, very cooperative, very humble, and especially we are thankful to our KSWDC जिन्होंने हमें इतना प्लेटफॉर्म दिया इसको आगे बढ़ाने में. എല്ലാ വർഷവും വ്യാപാരമേളകൾക്ക് ഇവർ ഇറങ്ങാറുണ്ട്. എന്നാൽ ഇതാദ്യമായാണ് സേനബും കുടുംബവും കേരളത്തിലെത്തുന്നത്. JKWDC നമ്മുടെ പോലെ തന്നെയുള്ള ഒരു വനിതാ വികസന കോർപ്പറേഷൻ ജമ്മു ആൻഡ് കാശ്മീരുണ്ട്. അപ്പോൾ അവരുടെ ഫെസ്റ്റിവലിന് കഴിഞ്ഞ വർഷം എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ പോയിരുന്നു. അപ്പം അവിടെയുള്ള സംരംഭകരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. അപ്പം നമ്മൾ ഇവിടെ ഒരു ഫെസ്റ്റിവൽ വരുന്നു എന്ന് പറയുമ്പോൾ ഈ 11 കാശ്മീർ ഉൾപ്പെടെയുള്ള 11 ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും നമുക്കിവിടെ ആൾ വരാൻ സാധിച്ചു. സേനബ് വന്നത് വെറുതെ ഒരു വരവല്ല. കശ്മീരിലെ ബരാമുള്ള സ്വദേശികളാണിവർ. 15 വർഷത്തിലധികമായി പശ്മിന അടക്കമുള്ള കശ്മീരി പരമ്പരാഗത ഉൽപ്പന്നങ്ങളും നിർമ്മാണവും വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് സേനബിന്റെ കുടുംബം. Love you, Kerala. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. TS ഹരികൃഷ്ണയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹരി ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടല്ലേ? സംസാരം കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കി ഇന്നു. ഇപ്പോൾ സേനബിനെ കുറിച്ചും സേനബിന്റെ കുടുംബത്തെക്കുറിച്ച് പറയാനാണെങ്കിലും അവർ കൊണ്ടുവന്നത്, അതായത് പശ്മിന തുണിത്തരങ്ങൾ, അവയെ എന്താണ്, അതിനെക്കുറിച്ച് അവയെ നിർമ്മിക്കുന്നവയെ കുറിച്ചൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും അല്ലേ? നേരിട്ട് ചെന്നയല്ലേ? സേനബ എന്ന ആ കൊച്ചുമിടുക്കിയെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ് കനകക്കുന്നിൽ നടന്ന ഒരാഴ്ച നടന്ന എസ്കലേറ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ വനിതാ വികസന കോർപ്പറേഷൻ നടത്തിയ ആ പരിപാടിയെക്കുറിച്ചൊന്ന് പറയണം. കാരണം അത് നിരവധി സംരംഭകർ, ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി സംരംഭകരാണ് അവിടെ എത്തിയത്. എനിക്ക് തോന്നുന്നു സേനബ ഈ സംരംഭകരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സംരംഭകയാണ് സേനബ എന്നാണ് എനിക്ക് തോന്നുന്നത്. സേനബയെ കുറിച്ച് അറിയുമ്പോൾ ഞാൻ വിളിച്ചന്വേഷിച്ചായിരുന്നു. അവിടുത്തെ ആളുകളോട് ഞാൻ വിളിച്ചന്വേഷിച്ചു, നമ്മുടെ ആ കുട്ടി അവിടെ ഉണ്ടോ. എനിക്ക് കശ്മീരിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് അവളുടെ അടുത്ത് നേരിട്ട് സംസാരിക്കാൻ ഈ ഭാഷയുടെ ചെറിയൊരു പരിമിതി ഉണ്ടായിരുന്നു. അവൾക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം, ഇംഗ്ലീഷ് കുറച്ചേ അറിയാവും. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഉള്ള ആളുകളോട് സംസാരിച്ചു. അപ്പോൾ അവരവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് അവിടെ ചെല്ലുന്നത്. കനകക്കുന്നിൽ ചെന്ന് ഒരുപാട് സ്റ്റാളുകളുണ്ട്. അപ്പോൾ എല്ലാം വനിതാ സംരംഭകരാണ്. അവർ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ എത്തിയിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സേനബയെ കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ഈ സ്റ്റാളിൽ ചെല്ലുമ്പോൾ സേനബയുടെ അച്ഛനും അമ്മയും അനിയൻ ഇവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സേനബയെ കാണാനല്ലോ. അപ്പോൾ എന്താണെന്നറിയാം, സേനബ ഈ സമയത്തെല്ലാം അവിടെ മുഴുവൻ കറങ്ങി നടക്കുകയാണ്. അപ്പം കണ്ടു കിട്ടാൻ എത്തിപ്പാടാണ്. അപ്പോൾ എന്നെ വിളിച്ച ആൾ അപ്പോഴേ പറഞ്ഞിരുന്നു, ആൾ പെട്ടെന്ന് വന്ന് നോക്കി, ഇല്ലെങ്കിൽ ഓടി പൊക്കളയും. അപ്പോൾ അതിനു മുമ്പ് വാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെല്ലണം. പക്ഷെ അതിനിടയിൽ വന്നു സേനബയ്ക്ക്. അപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ സേനബയോട് സംസാരിക്കാൻ പറ്റുന്നതൊക്കെ സംസാരിച്ചു, ചോദിച്ചറിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഈ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നെയും സേനബ മുങ്ങി. പിന്നെ അവസാനം ഷൂട്ട് ഈ അമ്മയുടെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സേനബ വന്നതിന് ശേഷം സേനബ എടുത്തത്. സേനബ കേരളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്, ഇവരുടെ ഫാമിലി ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രമല്ല, വേറെ പല സ്ഥലങ്ങളിലൊക്കെ കേരളമൊക്കെ കണ്ടതിന് ശേഷമാണ് സേനബ മടങ്ങുന്നത്. എങ്ങനെയാണ് എന്നുള്ളത് ഏറ്റവും ഒടുവിൽ തന്നെ ആ ഒരു പറയുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ നല്ല രസകരമാണ്. ഹരി എന്നെ സംസാരിച്ചപ്പോൾ നമുക്കും അതിൽ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോയാണ് ആളെ കുറിച്ച് പറയുന്നതാണെങ്കിലും. അപ്പോൾ ഭയങ്കര ആക്റ്റീവാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ്. അതിൽ തന്നെ ഒരു കൊച്ചു സംരംഭകയെ കൂടി നമുക്ക് പരിചയപ്പെടാൻ പറ്റി. കാശ്മീരിൽ നിന്നുള്ള ആളാണ് സേനബ്. ശരി, ഹരിയാണ് കാര്യങ്ങൾ പറഞ്ഞത്.